ഹലോ ഫ്രണ്ട്സ്, ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. എളുപ്പത്തിൽ ഒരു ചിക്കൻ പെരട്ട് ആയാലോ? വെൽക്കം ടു ദ വീഡിയോ. ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്ത ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. 2 മീഡിയം സൈസ് സവാള നേരിയതായി സ്ലൈസ് ചെയ്തത്, ചെറുതായി ചോപ്പ് ചെയ്ത 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, ചെറുതായി ചോപ്പ് ചെയ്ത 8 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 കപ്പ് തേങ്ങാക്കൊത്ത്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ നമുക്ക് ആവശ്യമുള്ള പൊടികളുമാണ് വേണ്ടത്. ഇനി നമുക്ക് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. അതിനായി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിനി കോരി മാറ്റാം. പാനിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് 1-2 സെക്കൻഡ് കഴിഞ്ഞ് ചോപ്പ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും സവാളയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നമുക്കപ്പോഴേക്കും പൊടി ഇളക്കി ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. അതിനായി വേറൊരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറ്റിയെടുക്കാം. പച്ചമണം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമണം മാറ്റി വെച്ച പൊടികൾ ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റ് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ചിക്കൻ വേവാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, അധികം ആവരുത്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. മറ്റു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.